പ്രിയ കൂട്ടുകാരെ, നമുക്കിന്ന് കാൽപ്പനികതയുടെ മധുചന്ദ്രികയായി മലയാള കാവ്യലോകത്തേക്ക് കടന്നു വന്ന് നവവസന്തം തീർത്ത ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയെക്കുറിച്ച് പഠിക്കാം. 1911 ഒക്ടോബർ 11 ഇടപ്പള്ളിയിൽ ജനിച്ച ചങ്ങമ്പുഴ മലയാളികളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച കവിയാണ്. ഉന്നത വിദ്യാഭ്യാസം നേടി ചങ്ങമ്പുഴ പാശ്ചാത്യ കവിതയുമായി നിരന്തരം ബന്ധപ്പെട്ടിരുന്നു. ഇടപ്പള്ളിയെപ്പോലെ വിഷാദാത്മകതയാണ് ചങ്ങമ്പുഴ കവിതകളുടെ മുഖമുദ്ര. ഭൗതികമായ സുഖലോലുപതയാണ് കവിയുടെ ജീവിതം ഹ്രസ്വമാക്കിയത്. ജീവിതം ഒന്നാകെ കവിതയാക്കി മാറ്റിയ പ്രതിഭാശാലിയായിരുന്നു ചങ്ങമ്പുഴ. പ്രാണൻ വേർപെട്ടുകൊണ്ടിരുന്ന അവസാന സന്ദർഭത്തിൽ പോലും ചങ്ങമ്പുഴ എഴുതി, വേദന വേദന ലഹരി പിടിക്കും, വേദന ഞാനതിൽ മുഴുകട്ടെ, മുഴുകട്ടെ മമ ജീവനിൽ നിന്നൊരു മുരളി മൃദുരവ മുഴുകട്ടെ. കായായിത്തീരുന്നതിന് മുമ്പ് പോയല്ലോ പോയല്ലോ പുഷ്പമേ നീ എന്ന് പറഞ്ഞതുപോലെ ജീവിതത്തിൻ്റെ മധ്യത്തിന് മുമ്പ് തന്നെ ലോകത്തോട് വിടവാങ്ങിയ ചങ്ങമ്പുഴ ഒട്ടേറെ കവിതകൾ കൈരളിക്ക് കാഴ്ചവെച്ചു. കപട ഹൃദയത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയമുണ്ടായതാണെൻ പരാജയം എന്ന പരിദേവനവുമായി വന്ന ചങ്ങമ്പുഴ ഒരു ഗാനഗന്ധർവനായിരുന്നു. കവിയുടെ ജീവിത രക്തത്തിൽ മുക്കി എഴുതിയതാണ് ഓരോ കവിതയും. ചങ്ങമ്പുഴയുടെ കവിതകളെല്ലാം തന്നെ ആത്മാവിൻ്റെ രോദനമായിരുന്നു. അദ്ദേഹം കവിതയിലൂടെ കരയുകയും കരച്ചിലിനെ കവിതയാക്കി മാറ്റുകയും ചെയ്തു. വിഷാദവും നിരാശയും അതിൽ നിറഞ്ഞു നിന്നിരുന്നു. സ്നിഗ്ധ കോമളമായ പദങ്ങൾ അതിന് സംഗീത കൊഴുപ്പ് കൂട്ടി. മനുഷ്യസഹജമായ ലളിത വികാരങ്ങളല്ലാതെ ഉദാത്തമോ പ്രൗഢമോ ആയ ചിന്തകൾക്ക് ചങ്ങമ്പുഴ കവിതകളിൽ വലിയ സ്ഥാനമില്ല. തികഞ്ഞ ആത്മാർത്ഥത അതിൻ്റെ വശ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. ഹതഭാഗ്യർ ഞാൻ, പക്ഷേ കണ്ടതെല്ലാം പരിതാപാച്ഛിതമായിരുന്നു, സന്തതമൻ കാതിൽ പതിച്ചതെല്ലാം കരുണതൻ രോദനമായിരുന്നു, എരിയുമൻ ആത്മാവിലേറ്റതെല്ലാം ചുടുനെടുവീർപ്പുകളായിരുന്നു എന്നാണ് ആ മുരളിയിൽ നിന്ന് ഉതിർന്നു വീണ വരികൾ. ആത്മസുഖം അസാധാരണമായ ചമൽക്കാരത്തോടെ ആവിഷ്കരിക്കുന്നതോടൊപ്പം സമൂഹത്തിൻ്റെ ചലനങ്ങൾ പകർത്താനും ചങ്ങമ്പുഴ തയ്യാറായി. അവിടെയാണ് ചങ്ങമ്പുഴ കവിതയുടെ ചില ജനകീയ സ്വഭാവവും വ്യക്തമാകുന്നത്. സ്വന്തം ജീവരക്തത്തിൻ്റെ നിറവും മണവും ചൂടും കലർന്നതാണ് ചങ്ങമ്പുഴയുടെ കവിത. കാൽപ്പനികതയുടെ ശക്തമായ സ്വാധീനം എന്നും അദ്ദേഹത്തിൻ്റെ കവിതകളിൽ നിഴലിച്ചു കണ്ടിരുന്നു. രക്തപുഷ്പങ്ങൾ, സ്പന്ദിക്കുന്ന അസ്ഥിമാടം, ബാഷ്പാഞ്ജലി, ഓണപ്പൂക്കൾ, പാടുന്ന പിശാച്, യവനിക, നിർവാണമണ്ഡലം, ആരാധകൻ, രാഗപരാഗം, സ്വരരാഗസുധ തുടങ്ങി 40-ലേറെ കവിതാ സമാഹാരങ്ങൾ ചങ്ങമ്പുഴ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കൂടാതെ ദേവഗീതം, ഗീതാ ഗോവിന്ദത്തിൻ്റെ, അതുപോലെ മദനോത്സവം, റുബായിയാത്ത് തുടങ്ങിയ തർജ്ജമകളും 1000-ലേറെ ഭാവാത്മക കവിതകൾ ഉൾക്കൊള്ളുന്ന വിപുലമായ കാവ്യപ്രപഞ്ചം തന്നെയായിരുന്നു ചങ്ങമ്പുഴയുടേത്. ഭാഷാലാളിത്യം, ആഖ്യാന സൗകുമാര്യം, പ്രകൃതി ഭംഗിയുടെ നിറപ്പകിട്ടാർന്ന വർണ്ണനകൾ, വാങ്മയ ചിത്രങ്ങൾ, പ്രേമാനുഭൂതിയുടെ ഊഷ്മളത, ഗാനാത്മകത, തീവ്രമായ വിഷാദാത്മകത, പാവപ്പെട്ടവരോടുള്ള സഹാനുഭൂതി, ആത്മപ്രതിഫലനം തുടങ്ങിയവയാണ് ചങ്ങമ്പുഴ കവിതകളുടെ സവിശേഷതകൾ. ജീവിതത്തിൻ്റെ ബാഹ്യചലനങ്ങളിലും സ്വന്തം ഹൃദയത്തിൻ്റെ മുറിപ്പാടുകളിലൂടെയാണ് ചങ്ങമ്പുഴയുടെ കാവ്യഭാവന വിഹരിക്കുന്നത്. ജീവിതത്തിൻ്റെ അഗാധ തലങ്ങളിലേക്ക് ഒരു ദാർശനികനെ പോലെ ഇറങ്ങിച്ചെല്ലാൻ അദ്ദേഹം ഒരുങ്ങുന്നില്ല. സതുപദേശങ്ങൾ നൽകി ലോകത്തെ സമുദ്ധരിക്കാനോ ഉന്നത ആദർശങ്ങൾ ഉയർത്തിക്കാട്ടി ജനതയെ സാംസ്കാരികമായി പ്രബുദ്ധയാക്കാനോ ചങ്ങമ്പുഴ മനഃപൂർവ്വം തയ്യാറാകുന്നില്ല. അനുഭവങ്ങളും സ്വന്തം മനസ്സിൽ ഊറിക്കൂടി വന്ന് തന്നെ മഥിച്ച വികാരങ്ങളും ഒളിച്ചു വയ്ക്കാതെ ചങ്ങമ്പുഴ ആവിഷ്കരിച്ചു. ഈ കാപട്യമില്ലായ്മ ചങ്ങമ്പുഴയെ സാധാരണക്കാർക്ക് പ്രിയങ്കരനാക്കി മാറ്റി.
ദ്യോവിനെ നോക്കിച്ചിരിക്കും ചിലപ്പോൾ ഞാൻ, ദ്യോവിനെ നോക്കി ഞാൻ വിസ്മയിക്കും. ആശിക്കും ചന്ദ്രനെ മാറോട് ചേർക്കുവാൻ, ആമ്പൽപ്പൂ ഒന്നിനാൽ തൃപ്തി നേടും. ഇതായിരുന്നു ചങ്ങമ്പുഴ കുറിച്ചു വെച്ച സ്ത്രീ സങ്കല്പം, അദ്ദേഹത്തിൻ്റെ ജീവിതാദർശവും. ഭാവനകളുടെ പിന്നാലെ ചിത്രശലഭത്തെ പോലെ പാറി നടന്ന ചങ്ങമ്പുഴ സാധാരണക്കാരുടെ ജീവിത പ്രശ്നങ്ങൾ മറക്കുകയും ചെയ്തില്ല. നിലവിലുള്ള യാഥാസ്ഥിതിക ചൂഷക സമൂഹത്തെ അദ്ദേഹം എതിർത്തു. വാഴക്കുല എന്ന കവിത തന്നെ അതിനുദാഹരണം. ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ പതിതരെ നിങ്ങൾ തൻ പിന്മുറക്കാർ എന്നാണ് ധാർമ്മിക രോഷം കൊണ്ട് കവി ചോദിക്കുന്നത്. കർഷക ജീവിത രക്തം കുടിച്ച ഹർഷപ്രമത്തരാം ജന്മിവർഗം വർത്തകന്മാരുമായി ഒത്തുകൂടി കുത്തിക്കവർച്ചയ്ക്കരങ്ങൊരുങ്ങി എന്നീ പ്രകാരമാണ് ചില വ്യവസ്ഥിതിയോട് അസഹിഷ്ണുത പ്രകടിപ്പിച്ച് ചങ്ങമ്പുഴ പ്രതികരിച്ചതും. പുരോഗമന സാഹിത്യ പ്രസ്ഥാനവുമായി അദ്ദേഹം ബന്ധപ്പെട്ടിരുന്നു. 1945 കോട്ടയത്ത് വെച്ച് നടന്ന പുരോഗമന സാഹിത്യ സംഘടനയുടെ വാർഷിക സമ്മേളനത്തിലെ ചങ്ങമ്പുഴയുടെ അധ്യക്ഷ പ്രസംഗം വളരെ പ്രസിദ്ധമാണ്. ആ പ്രസംഗമാണ് പിൽക്കാലത്ത് സാഹിത്യ ചിന്തകൾ എന്ന പുസ്തകമായി മാറിയത്. കരയാൻ പിറന്ന ഈ കാമുകൻ തൻ്റെ അനുഭവങ്ങളുടെയും വായിച്ച് ഉൾക്കൊണ്ട അറിവിൻ്റെയും അടിസ്ഥാനത്തിൽ ജീവിതം അതിൻ്റെ സൂക്ഷ്മാംശത്തിൽ നോക്കിക്കാണാൻ പലപ്പോഴും ശ്രമിച്ചില്ല എന്നതും കാണാം. താൻ ജീവിച്ച കാലത്തെ യുവചേതനയുടെ ഒരു ഉജ്ജ്വല പ്രതീകമായിരുന്നു ചങ്ങമ്പുഴ. യുവചേതന ഉണർത്തിയത് കവിയുടെ പ്രേമസങ്കല്പമാണ്. 1930കളിലെ സാമൂഹികവും സാമ്പത്തികവുമായ അപജയവും അരാജകത്വവും ഒരുപക്ഷെ കവിയിലൊരു നഷ്ടബോധം സൃഷ്ടിച്ചു എന്നും കാണാം. വിശേഷിച്ച് ചങ്ങമ്പുഴ കവിതകളിൽ കാണുന്നത് ഇടപ്പള്ളി കവിതകളിൽ പ്രകടമാകുന്ന ഈ നഷ്ടവേദനയുടെ ഒരു ചിത്രം കൂടിയാണ്. പക്ഷേ ചങ്ങമ്പുഴ കവിതയുടെ ഭാസുര മുദ്ര പതിഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രേമേതര കവിതകളിലാണെന്ന വസ്തുതയും തള്ളിക്കളയാനാവില്ല. അദ്ദേഹം അർച്ചനയ്ക്ക് ഉപയോഗിച്ചത് രക്തപുഷ്പങ്ങളാണെന്നും ചില അഭിപ്രായങ്ങളുണ്ട്. യൗവന സ്വപ്നത്തിൻ്റെ കവിയാണ് ചങ്ങമ്പുഴ. പ്രണയമാണ് അദ്ദേഹത്തിന് സർവോത്തര ജീവിത മൂല്യം. ഭൗതിക പ്രേമം ആത്മബന്ധത്തിൻ്റെ പവിത്ര അന്തരീക്ഷത്തിലേക്ക് ഉയർത്താൻ അദ്ദേഹം പലപ്പോഴും ശ്രമിക്കുന്നു. എന്നാൽ അവിടെ കവിയുടെ ഭൗതിക സുഖവാഞ്ച തടസ്സമാകുന്നുമുണ്ട്. പക്ഷേ മനസ്സിനിയിൽ എത്തുമ്പോൾ പ്രേമത്തിന് ഒരു അലൗകിക തലം വന്നു ചേരുന്നതായി മനസ്സിലാക്കാം. പൂർവകാല ചെയ്തികളുടെ പ്രായശ്ചിത്തമാകാം കവി അനുഭവിക്കുന്ന ഹൃദയവേദന. സർഗപരമായ ഒരു കത്തിക്കാളലായും ഇതിനെ കാണാം. സുവ്യക്തമായ ജീവിത വീക്ഷണം സമാശ്ലേഷിക്കാൻ ചങ്ങമ്പുഴയ്ക്ക് പലപ്പോഴും സാധിച്ചില്ല എന്നതും വസ്തുതയാണ്. ഭൗതിക ജീവിത കൊതിയാണ് അദ്ദേഹത്തെ അടക്കി ഭരിച്ചിരുന്നതെന്നും വായിച്ചെടുക്കാൻ കഴിയും. തന്നിൽ തന്നെ വിശ്വാസം നഷ്ടപ്പെട്ട കവി ചിലയിടങ്ങളിൽ എവിടെയാണ് മനസ്സുറപ്പിക്കേണ്ടതെന്നറിയാതെ ഉഴറി നടന്ന കാഴ്ചയും കാണാം. എന്നാൽ ഈ ഉഴറി നടക്കലിൽ സ്വന്തം തോട് താൻ തന്നെ പൊളിച്ച് പിറവിയെടുത്ത ഒരു കവിയെയും കാണാൻ കഴിയും. അതായിരുന്നു ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ശക്തിയും ദൗർബല്യവും. ജീവിത ലഘുകാവ്യത്തിൻ പകർപ്പവകാശം കേവലം മരണത്തിനുള്ളതാണെങ്കിലാകട്ടെ, നിത്യസുന്ദരമാകും സ്നേഹഗീതിയാൽ അത് നിസ്തുലമാക്കി തീർക്കാനാവുകിലതേ കാമ്യം എന്നാണ് കവിയുടെ ജീവിത ദർശനമായി കാണാവുന്ന വരികൾ. ഉറച്ചൊരു ആദർശനിഷ്ഠയൊന്നും പലപ്പോഴും അദ്ദേഹത്തിൻ്റെ കവിതകളിൽ കാണാൻ കഴിഞ്ഞിരുന്നില്ല. എങ്കിലും വികാരാധീനനായ കവി പലപ്പോഴും പല ആദർശങ്ങളുടെയും അഭിപ്രായങ്ങളുടെയും വക്താവായി മാറി മാറി പ്രത്യക്ഷപ്പെടുന്നതും കാണാം. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പ്രചാരം നേടിയ ഒരു കൃതിയാണ് ചങ്ങമ്പുഴയുടെ രമണൻ. ഒരു നാടകീയ ആരണ്യ വിലാപ കാവ്യമാണത്. രമണൻ എന്ന ആട്ടിടയനും പ്രഭുകുമാരിയായ ചന്ദ്രികയും തമ്മിലുണ്ടായ പ്രണയമാണ് കഥാതന്തു. വിയദഫ്രവീഥിയിൽ ഉല്ലസിക്കുന്ന വെള്ളി നക്ഷത്രമായ ചന്ദ്രിക
താഴത്തെ പൂഴിമണ്ണിൽ അമരുന്ന ഒരു പുൽക്കൊടിയായ രമണനിൽ അനുരക്തയായ കഥ. ചന്ദ്രിക ഒടുവിൽ രമണനെ കൈവെടിഞ്ഞു. രമണൻ ആത്മഹത്യ ചെയ്യുന്നു. രമണന്റെ തോഴനായ മദനനും ഈ കാവ്യത്തിലെ മുഖ്യ കഥാപാത്രം തന്നെയാണ്. കേവലം ഒരു താൽക്കാലിക ഭ്രമം, പൂവ് പോലുള്ളൊരു ഓമനക്കൗതുകം, നാം അതിനെ പ്രണയമെന്നായി ഗണിച്ചോമനിക്കാൻ ഒരുങ്ങുക മാത്രം എന്നാണ് പ്രേമത്തെക്കുറിച്ച് കവി രമണനിൽ പാടിയത്. നിരവധി കൃതികളിലൂടെ ചങ്ങമ്പുഴ മലയാളത്തിലെ വായനക്കാരുമായി സംവദിച്ചു. രക്തപുഷ്പങ്ങളിലെ വാഴക്കുലയും രമണൻ പോലെ തന്നെ പ്രചാരം നേടിയ ഒരു കവിതയാണ്. കുടിയാനായ മലയൻ തൻ്റെ പ്രയത്നഫലം ജന്മിക്ക് കാഴ്ചവെക്കുന്നതിന് വേണ്ടി വരുമ്പോൾ അവിടെ വെച്ച് നൽകുന്ന ഒരു ചോദ്യം സാമൂഹ്യ നീതിയെ തന്നെ ചോദ്യം ചെയ്യുന്നതായിരുന്നു. വിപ്ലവാത്മകമായ ഒരു കവിതയായി വാഴക്കുലയെ നമുക്ക് വിശേഷിപ്പിക്കാം. ഈ ചോദ്യത്തിലൂടെ മലയാള കാവ്യമേഖലയിലേക്ക് ഒരു വിരൽ തൊടുക്കുവാനും ചങ്ങമ്പുഴയ്ക്ക് കഴിഞ്ഞു. മലയാള കവിത അന്തരീക്ഷത്തിൽ ഒരു മഴവില്ല് പോലെ തെളിഞ്ഞു മറഞ്ഞ ചങ്ങമ്പുഴ പ്രസരിപ്പിച്ച മാദക സൗന്ദര്യം പിന്നാലെ വന്ന ഒട്ടേറെ കവികളെ മയക്കുവാൻ തന്നെ ശക്തിയുള്ളതായിരുന്നു. പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി അദ്ദേഹത്തെ നക്ഷത്രങ്ങളുടെ പ്രേമഭാജനം എന്നും വിളിച്ചു. ചങ്ങമ്പുഴ കൃഷ്ണപിള്ള നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം എന്ന ഗ്രന്ഥം പ്രൊഫസർ MK സാനു അദ്ദേഹത്തിൻ്റെ കവിതകളിലൂടെയുള്ള ഒരു സഞ്ചാരമായി, ജീവിതത്തിലൂടെ ഒരു സഞ്ചാരമായി മലയാളത്തിന് സമർപ്പിച്ചതാണ്. മലയാളത്തിൻ്റെ കാവ്യഗന്ധർവനായിരുന്ന ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ കാവ്യജീവിതത്തിൻ്റെ വികാരതരളിതമായ മുഹൂർത്തങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് സംഘർഷഭരിതവും വൈരുദ്ധ്യപൂർണവുമായ ആ സ്വഭാവവിശേഷത്തിൻ്റെ അടിസ്ഥാന ഘടന അന്വേഷിക്കുന്ന അപൂർവസുന്ദരമായ ഒരു ജീവിതചിത്രത്തിൻ്റെ ഒരു കൃതി കൂടിയായി ഈ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനത്തെ നമുക്ക് വായിക്കാം. 19 അധ്യായങ്ങളിലൂടെ ഇത് ഇതിൽ വിടരുകയാണ്. കവിതയെ ലളിതവൽക്കരിച്ച് സാധാരണക്കാരൻ്റെ ആ ഭാഷയിൽ എഴുതി യാഥാർത്ഥ്യങ്ങളിലൂടെ പച്ചയായ മനുഷ്യൻ്റെ ജീവിതമായി പരിണമിച്ച ഒരു രചനാ രീതി നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. ആത്മസുഹൃത്തായിരുന്ന ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ വേർപാടിൻ്റെ നോവിൽ നിന്ന് ചങ്ങമ്പുഴയുടെ രമണൻ പിറന്നു. അത് ഏറ്റുപാടാത്തവരില്ല, ആ പ്രണയം അറിയാതെ പോയവരുമില്ല. അന്യോന്യം നമ്മുടെ മാനസങ്ങൾ ഒന്നിച്ചു ചേർന്ന് ലയിച്ചുപോയി, പൊട്ടിച്ചെടുക്കില്ലിനി അത് ഞാൻ എത്രയീ ലോകം പുലമ്പിയാലും. മണിവീണയും മൗനഗാനവും അസ്ഥിയുടെ പൂക്കളായി മാറി, മയൂഖമാലയായി മലയാളത്തിൻ്റെ നിഴലുകളുമായി. വാഴക്കുലയും മനസ്സിനിയും ദിവ്യഗീതവും ഉദ്യാനലക്ഷ്മിയും തുടങ്ങി നിരവധി രചനകൾ അദ്ദേഹത്തിൽ നിന്ന് പിറന്നു. അദ്ദേഹം ഇന്നും മലയാളികളുടെ ഹൃദയത്തിൽ ജീവിക്കുകയാണ്. ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് കവിതയായി മാറുകയാണ്. ആ കനകച്ചിലങ്കിയുടെ കിലുക്കം, ആ കാഞ്ചനകാഞ്ചിയുടെ കുലുക്കം, ആ കടമിഴിക്കോണുകളിലെ സ്വപ്നം മയങ്ങൾ, ആ കതിരുതിരുന്ന പൂപ്പുഞ്ചിരിയും എല്ലാം മലയാളികളുടെ മനസ്സിലേക്ക് ആഴത്തിൽ വേരൂന്നിയത് തന്നെയാണ്. മലയപ്പുലയനാം മാടത്തിൻ മുറ്റത്ത് മഴ വന്ന നാളൊരു വാഴ നട്ടത്, മണ്ണിനോട് പൊരുതിയ മനുഷ്യൻ്റെ നോവുകളുടെ ആവിഷ്കാരമായി നമുക്ക് കാണാവുന്നതാണ്. ചങ്ങമ്പുഴ മരിക്കുകയായിരുന്നില്ല, ഒരു മഴയായി മലയാളികളുടെ മനസ്സിൽ പെയ്തിറങ്ങുകയായിരുന്നു. 27 വർഷത്തെ രചനാ കാലയളവിനുള്ളിൽ അദ്ദേഹം 57ഓളം കവിതകൾ മലയാളിക്ക് സമ്മാനിച്ച് വന്നു കണ്ട് കീഴടക്കിപ്പോയ ഒരു വ്യക്തി തന്നെയായിരുന്നു. പുരോഗമന സാഹിത്യ പ്രസ്ഥാനവുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധവും എന്നും സ്മരണീയം തന്നെയാണ്. അദ്ദേഹം സാമൂഹിക ധർമ്മങ്ങളെ ഒരിക്കലും വൃത്തത്തിലാക്കി വിതറിയില്ല.
കരുത്തുറ്റ കാലത്ത് അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളതും ഒരു വസ്തുതയാണ്. ചങ്ങമ്പുഴ എന്നും വേറിട്ട ശബ്ദം തന്നെയായിരുന്നു. അടിസ്ഥാന വർഗത്തിന്റെ പ്രതിനിധിയുമായിരുന്നു. പദകോമളിമയും ചാരുതയും സൗകുമാര്യവും എല്ലാം ചങ്ങമ്പുഴ കവിതകളുടെ സവിശേഷതകളാണ്. ചങ്ങമ്പുഴയെ ഒരു ഗന്ധർവനായി വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് വിശേഷിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം എന്നും അക്ഷരങ്ങളെ സ്വപ്നം കണ്ട് ജീവിച്ച ആളായിരുന്നു. ആ പദകോമളിമ മറ്റൊരു രചനാശൈലിയിലും നമുക്ക് കാണാനായിട്ട് കഴിയുകയുമില്ല. മലയാള കവിത സ്ത്രീ രൂപത്തിൽ അണിഞ്ഞൊരുങ്ങി കാവ്യ നർത്തകിയായി കൈരളിക്ക് മുന്നിൽ നൃത്തം ചെയ്ത മനോഹര കാഴ്ച നാം കണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ ബാഷ്പാഞ്ജലിയിലെ ആരുവാങ്ങുവിൻ ആരുവാങ്ങുവിൻ ആരാമത്തിൻ്റെ രോമാഞ്ചം എന്ന വരികളിൽ ശബ്ദസൗകുമാര്യവും പ്രേമത്തെക്കുറിച്ചുള്ള മുഗ്ധമായ അനുരാഗ സങ്കല്പങ്ങളും എല്ലാം കാണാനായിട്ട് കഴിയുന്നുണ്ട്. ചങ്ങമ്പുഴ കൃതികളെക്കുറിച്ച് പറയുമ്പോൾ പരാജയപ്പെട്ട പ്രണയം കവിതയായി മാറിയതിൻ്റെ ഒരു വായനയും പല കൃതികളിൽ നിന്നും നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. നശ്വരത്വത്തിന്റെ സുന്ദരമാം വീണ വായിക്കലായിട്ട് യൗവനത്തെ അദ്ദേഹം പ്രതിഷ്ഠിക്കുന്നു. ഇന്നു ഞാൻ കാണുന്ന കിനാക്കളെല്ലാം നിന്നെക്കുറിച്ചുള്ളതായിരിക്കും എന്ന ആ ഹേമന്ത ചന്ദ്രികയുടെ വാക്കുകളിൽ ചങ്ങമ്പുഴ കവിതയുടെ സൗന്ദര്യാത്മകതയാണ് നാം കാണുന്നത്. അദ്ദേഹത്തിന്റെ സൂക്ഷ്മമായ വികാരങ്ങളും വിചാരങ്ങളും മനസ്സിനിൽ അദ്ദേഹം അടയാളപ്പെടുത്തുന്നുണ്ട്. മഴവിൽക്കൊടിയുടെ മുനമുക്കി അദ്ദേഹം എഴുതിയ കവിത എന്നും ലബ്ധപ്രതിഷ്ഠി നേടിയത് തന്നെയാണ്. നിമിഷങ്ങളുടെ സൗന്ദര്യത്തിൽ ജീവിച്ച കവി ഒരു പൂമ്പാറ്റയായി മാറുകയായിരുന്നു. റൊമാൻറ്റിക് കാവ്യലോകം അദ്ദേഹത്തിൻ്റെ ഉള്ളംകൈയിൽ വളരെ ശക്തം തന്നെയായിരുന്നു. സത്യസന്ധമായ ആവിഷ്കരണ രീതിയും വാക്കുകളുടെ ആ സൗകുമാര്യതയും ചങ്ങമ്പുഴ കവിതകളുടെ ഏറ്റവും വലിയ സവിശേഷതയാണ്. കവിത്രയത്തിൻ്റെ ജീവിതകാലം, കുമാരനാശാൻ, ഉള്ളൂർ, വള്ളത്തോൾ എന്നിവരുടെ കാലഘട്ടം മലയാള കവിതയെ സംബന്ധിച്ചിടത്തോളം ഒരു സുവർണകാലം തന്നെയായിരുന്നു. അതിനുശേഷം മറ്റൊരു വസന്തം ഭാഷയിൽ തളിർക്കുന്നത് ഇടപ്പള്ളി കവികൾ എന്ന് പേര് കേട്ട ഇടപ്പള്ളിയുടെയും ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെയും മറ്റും കാലമായപ്പോഴാണ്. സമകാലികരായ മറ്റ് കവികളെ ഇവിടെ വിസ്മരിക്കുന്നില്ല. പക്ഷേ കാൽപ്പനികത തന്നെ ഇവരുടെ കവിതകളിലൂടെ വിശേഷിച്ചും ചങ്ങമ്പുഴ കവിതകളിലൂടെ നൂതനമായ ഭാവുകത്വവും സംവേദന തലവും ഭാഷയിൽ സൃഷ്ടിച്ചു. ഇടപ്പള്ളിയിലെ ഒരു പുരാതന കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം പിതാവ് തെക്കേടത്ത് നാരായണമേനോൻ, മാതാവ് പാറുക്കുട്ടിയമ്മ, പിതാവ് ഒരു വക്കീൽ ഗുമസ്തനായിരുന്നു. കൃഷ്ണപിള്ളയുടെ പ്രാഥമിക വിദ്യാഭ്യാസം ഇടപ്പള്ളി MM ബോയ്സ് സ്കൂളിലും ആയിരുന്നു. കവിതാ പാരമ്പര്യം ഒന്നുമില്ലാത്തതായിരുന്നു ചങ്ങമ്പുഴ കുടുംബം. കൃഷ്ണപിള്ളയാകട്ടെ ബാല്യകാലത്ത് തന്നെ തൻ്റെ മനസ്സിനെ മതിക്കുന്ന സംഭവങ്ങളെ പദ്യരൂപത്തിൽ എഴുതുന്ന ശീലിച്ചു. അക്കാലത്ത് ദസ്തയേവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും വിവർത്തനം ചെയ്ത ഇടപ്പള്ളി കരുണാകര മേനോനുമായി അദ്ദേഹത്തിന് പരിചയം സ്ഥാപിക്കാനായത് ആ കൗമാരക്കാരൻ്റെ കവിതാവാസനയെ ജ്വലിപ്പിക്കാൻ സഹായകമായി. പിന്നീട് മിഡിൽ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ആലുവ സെന്റ് മേരീസ് സ്കൂളിലെ പഠനം തുടരുകയും കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയുമായി പരിചയം സ്ഥാപിക്കുകയും ചെയ്തു. ഇത് വിശ്വസാഹിത്യത്തിലേക്കുള്ള വഴി തുറക്കാൻ ഇടയാക്കി. ചങ്ങമ്പുഴയുടെ ആദ്യ കവിതയുടെ പിറവി പൗരസ്ത്യദൂതൻ എന്ന മാസികയിലൂടെയായിരുന്നു. മംഗളം എന്നായിരുന്നു ആ കവിതയുടെ പേര്. തുടർന്ന് മാതൃഭൂമി, മലയാള രാജ്യം, ദീപിക തുടങ്ങിയ പ്രസിദ്ധീകരണങ്ങളിലൂടെ ഈ യുവകവിയുടെ കവിതകൾ വെളിച്ചം കാണുകയും ചെയ്തു. ഹൈസ്കൂൾ പഠനകാലത്ത് അധ്യാപകനായിരുന്ന അച്യുത വാര്യർ ചങ്ങമ്പുഴയുടെ സാഹിത്യ ജീവിതത്തിൽ ചെലുത്തിയ സ്വാധീനം എടുത്തു പറയേണ്ടതാണ്. തനിക്ക് 10 വയസ്സുള്ളപ്പോൾ ചങ്ങമ്പുഴയ്ക്ക് പിതാവിനെ നഷ്ടപ്പെട്ടിരുന്നു. യൗവനാരംഭത്തിൽ ജീവിതം താറുമാറാകാൻ പോന്ന ദുശീലങ്ങളുടെ പിടിയിൽ കവി ചെന്ന് പെടുകയും ചെയ്തു. ഇത് കണ്ടറിഞ്ഞ വാര്യർ
തൻ്റെ മഠത്തിൽ യുവകവിക്ക് എഴുതുവാനും വായിക്കാനുമുള്ള സൗകര്യം ചെയ്തു കൊടുത്തു എന്നും പറയുന്നു. ഇത് ഫലം കാണുകയും ചെയ്തു. വാര്യരുടെ വീട്ടുപേര് ചേർത്ത് സാഹിതി സദനം സി കൃഷ്ണപിള്ള എന്ന പേരിൽ 3 കൊല്ലത്തോളം ചങ്ങമ്പുഴ കൃഷ്ണപിള്ള കവിതകൾ എഴുതി. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് സാഹിത്യ സമാജത്തിന്റെ വാർഷിക ആഘോഷത്തിൽ ഇടപ്പള്ളിയിൽ വെച്ച് നടന്നപ്പോൾ സംഘടനയുടെ സെക്രട്ടറി ആയിരുന്ന ഈ 10ാം ക്ലാസ്സുകാരൻ സാഹിത്യ മേഖലയിലേക്ക് കൂടുതലായി കടന്നു വരുന്നു. 17 മുതൽ 21 വയസ്സ് വരെ പ്രായത്തിൽ രചിച്ച കവിതകൾ ബാഷ്പാഞ്ജലി എന്ന പേരിൽ 1934 പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. EV കൃഷ്ണപിള്ളയുടെ അവതാരികയോടുകൂടി ഈ കൃതി പുറത്തു വന്നു. വളരെ ചെറിയ പ്രായത്തിൽ എഴുതിയ കവിതകളുടെ സമാഹാരം വായനാ ലോകത്തെ ഒട്ടൊന്നുമല്ല അതിശയിപ്പിച്ചത്. ഈ വിജയത്തെ തുടർന്ന് 1935 ഹേമന്ത ചന്ദ്രികയും ആരാധകനും പ്രസിദ്ധീകരിച്ചു. ആ കാലത്തെഴുതിയ ചില കവിതകൾ പ്രമുഖ നിരൂപകരെ ചൊടിപ്പിക്കുകയും അവരുടെ വിമർശനങ്ങൾ ഫലത്തിൽ ചങ്ങമ്പുഴയെ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുവാനും ഇടയാക്കി. 1936 ചങ്ങമ്പുഴ മഹാരാജാസ് കോളേജിൽ ചേരുകയും അവിടെ നിന്ന് ഇന്റർമീഡിയറ്റ് പാസ്സാവുകയും ചെയ്തു. ഇതിനിടയിൽ തൻ്റെ ഉറ്റ ചങ്ങാതിയും കവിയുമായ ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ ആത്മഹത്യ കവിയിൽ കനത്ത ആഘാതം ഉണർത്തി. 1936 ജൂലൈ 20 മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട തകർന്ന മുരളി എന്ന കവിത ഇടപ്പള്ളിയുടെ വേർപാട് ചങ്ങമ്പുഴയിൽ ഉണർത്തിയ വേദനയുടെ ആവിഷ്കാരമായിരുന്നു. പ്രേമനൈരാശ്യം കൊണ്ട് ജീവനൊടുക്കിയ ഇടപ്പള്ളിയുടെ ദുരന്തകഥ ചങ്ങമ്പുഴയെ രമണൻ രചിക്കാൻ ഇടയാക്കി. മലയാള കവിതയിലെ ഒരു നാഴികക്കല്ലായി തീർന്നു ആ ഖണ്ഡകാവ്യം. ചങ്ങമ്പുഴ പിന്നീട് തിരുവനന്തപുരത്ത് ആർട്സ് കോളേജിൽ, ഇന്നത്തെ യൂണിവേഴ്സിറ്റി കോളേജിൽ BA ഓണേഴ്സിന് ചേരുകയും ബിരുദമെടുക്കുകയും ചെയ്തു. 1940 മെയ് മാസം 9-ാം തീയതി ചങ്ങമ്പുഴ കൃഷ്ണപിള്ള വിവാഹിതനായി. പ്രൈമറി ക്ലാസ്സിലെ തൻ്റെ ഡ്രോയിങ് മാസ്റ്ററായിരുന്ന ശ്രീ CK രാമൻ മേനോന്റെ മകൾ ശ്രീദേവിയെ വിവാഹം ചെയ്തു. 1942 നവംബറിൽ ചങ്ങമ്പുഴ പൂനെയിലെ മിലിറ്ററി സിവിലിയൻ സർവീസിൽ ക്ലർക്കായി ചേർന്നു. പിന്നീട് കൊച്ചിയിലേക്ക് സ്ഥലം മാറ്റം ലഭിക്കുകയുമുണ്ടായി. കുടുംബജീവിതം ഒരുവിധം മുന്നോട്ട് ഭംഗിയായി പോകുമ്പോഴാണ് കവിയുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി ചില സന്ദർഭങ്ങളും സംഭവങ്ങളും ഉണ്ടാകുന്നത്. അതിൻ്റെ വെളിച്ചത്തിൽ 1944-45 കാലഘട്ടത്തിൽ എഴുതിയ സ്പന്ദിക്കുന്ന അസ്ഥിമാടം, ഓണപ്പൂക്കൾ എന്നീ കവിതകളിൽ ഇതിൻ്റെ ഭാവസ്ഫുരണങ്ങളും കാണാവുന്നതാണ്. അക്കാലത്ത് ഫലപ്രദമായ ചികിത്സ ലഭ്യമല്ലാതിരുന്ന ക്ഷയരോഗം ചങ്ങമ്പുഴയെ ബാധിച്ചു എന്നതാണ് പിന്നീടുണ്ടായ ദുരന്തം. എങ്കിലും മനസ്സിനി, കാവ്യനർത്തകി, മയക്കം തുടങ്ങി ഒട്ടേറെ കവിതകൾ രചിച്ചത് രോഗബാധിതനായ ശേഷമാണ്. ഇക്കാലത്ത് തന്നെ സഹായിച്ചവരോടുള്ള നന്ദി പ്രകാശനമായി അവസാന രചന നീറുന്ന തീച്ചൂള എന്ന കവിതയെ കാണാൻ കഴിയും. 1948 ജൂൺ 17 ചങ്ങമ്പുഴ കൃഷ്ണപിള്ള എന്ന മഹാകവി അന്ത്യശ്വാസം വലിച്ചു. ചങ്ങമ്പുഴ കവിതകൾ ആ കാലഘട്ടത്തിലെ യുവാക്കൾക്ക് സ്വന്തം വികാരങ്ങളുടെ ആവിഷ്കരണം തന്നെയായിരുന്നു. ദാർശനിക തലം ഒരുപക്ഷെ ദീപ്തി കുറഞ്ഞിരുന്നതായാലും ചങ്ങമ്പുഴയുടെ വിഷാദം ആ തലമുറയുടേതായിരുന്നു. തൊഴിലാളികളിൽ വർഗബോധം രൂപപ്പെട്ടു തുടങ്ങിയ കാലഘട്ടത്തിൽ വിപ്ലവം കുറഞ്ഞൊരളവിൽ ചങ്ങമ്പുഴ കവിതകളിലും കണ്ടു തുടങ്ങിയിരുന്നു. എന്നാൽ മലയാളികൾ മനസ്സിൽ താലോലിച്ചത് ചങ്ങമ്പുഴ എന്ന പ്രേമ ഗായകനെയായിരുന്നു. സ്വതവേ വിഷാദിയായ ചങ്ങമ്പുഴയ്ക്ക് സുഹൃത്തിൻ്റെ ആത്മഹത്യ ഒരു വലിയ നടുക്കമായിരുന്നു. രമണനിലൂടെ ഇടപ്പള്ളിയും ചങ്ങമ്പുഴയും അനശ്വരരാവുകയാണ് ഉണ്ടായത്. ആരണ്യക വിലാപകാവ്യം മലയാള സാഹിത്യ ചരിത്രത്തിൻ്റെ ഭാഗമാവുകയും ചെയ്തു. രമണൻ ഉൾപ്പെടെ അദ്ദേഹം നിരവധി ഖണ്ഡകാവ്യങ്ങൾ രചിക്കുകയും കാവ്യലോകത്ത് സ്ഥിരപ്രതിഷ്ഠ നേടുകയും ചെയ്തു. ചങ്ങമ്പുഴ കവിതയുടെയും മലയാള കാൽപ്പനികതയുടെയും അവസാനത്തെ മികച്ച സാഫല്യം എന്ന് പറയാവുന്ന കവിതയാണ് മനസ്സിനി. 1947 ക്ഷയരോഗബാധിതനായി മരണമെന്ന നിരുപമ പിങ്കല കേശിനിയെ പ്രതീക്ഷിച്ചു കഴിയുമ്പോഴാണ് ചങ്ങമ്പുഴ ഈ കവിത എഴുതിയത്. അണയും മുമ്പ് ആളിക്കത്തുന്ന സർഗാത്മകതയുടെ അന്തിമ ജ്വലനമായിരുന്നു അത്. അങ്ങനെ ചങ്ങമ്പുഴയോടൊപ്പം മലയാളിയുടെ നിലവിൽ വരുന്ന ഈ ഈരടികൾ തീഷ്ണവും മധുരവും തിക്തവുമായ കാൽപ്പനിക ഭാവനയുടെ ചില പ്രകാശനങ്ങൾ കൂടിയാണ്.
അദ്വൈതാമല ഭാവസ്പന്ദിത വിദ്യുന്മേഖല പൂകി ഞാൻ എന്ന് കാവ്യപ്രചോദനത്തിന്റെ മായിക മൂർച്ഛയെയും വേദന വേദന ലഹരി പിടിക്കും വേദന ഞാനിതിൽ മുഴുകട്ടെ എന്ന് നീറിപ്പിടിക്കുന്ന യാതനാ ലഹരിയെയും ആവിഷ്കരിച്ച് കൃതകൃത്യത നേടാനാവുമെന്ന് നാം തിരിച്ചറിഞ്ഞത് ഈ ചങ്ങമ്പുഴ കവിതയിൽ നിന്നാണ്. ഇവിടെ ഈ കവിതയിലൂടെ പോകുമ്പോൾ പശ്ചാത്താപ വിവശനായ കവി ഭാര്യയുടെ മനസ്സിനെ ഭാവത്തിന് മുന്നിൽ അർപ്പിച്ച ഭാവനാധന്യവാദം ആണെന്ന് മാത്രം ഈ കവിതയെ വിചാരിക്കാനും തരമില്ല. ചങ്ങമ്പുഴയുടെ മരണാനന്തരം പ്രസിദ്ധീകരിച്ച സ്വരരാഗസുധയുടെ അവതാരികയിൽ ഇതിനെക്കുറിച്ചും കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഭാര്യയുടെ സ്നേഹവും സഹനവും തന്നെ സ്വാധീനിച്ചതായും കവി രേഖപ്പെടുത്തുന്നുണ്ട്. ഇതും തന്നെ കവിതയിലേക്ക് പ്രചോദിപ്പിച്ചു എന്ന് പറയുമ്പോഴും ഇത് മാത്രമാണ് മനസ്സിനി എന്ന കവിത രൂപപ്പെടാൻ ഇടയായതെന്നും ചങ്ങമ്പുഴ പറയുന്നില്ല. കവിതയുടെ നിർമ്മാണ രഹസ്യത്തിന്റെ സങ്കീർണതകൾ അറിയുന്ന വായനക്കാരും അങ്ങനെ കരുതുകയില്ല. നിഴൽ വെളിച്ചങ്ങൾ പരസ്പരം പകർന്നാടുന്ന വൈപരീത്യങ്ങളുടെ ലാസ്യവേദിയായി മനുഷ്യ അവസ്ഥയെ ആവിഷ്കരിക്കുകയായിരുന്നു മനസ്സിനിയിൽ ചങ്ങമ്പുഴ. അതിൽ പ്രണയമെന്ന മാദക വശ്യതയെന്ന പോലെ ആത്മവിശുദ്ധിയുടെ ശാലീന ദീപ്തിയും കാണാൻ കഴിയുന്നു. മഞ്ചിമ വഴിയുടെ പുലർവേള എന്ന പോലെ ഇരുൾ കട്ടപിടിച്ച പാതാളവുമുണ്ട്. ചന്ദനലതയും മണിനാഗവും കെട്ടുപിണഞ്ഞൊന്നാകുന്ന വിലോഭനീയമായ ഉടൽക്കാഴ്ചയിൽ നിന്ന് കൊടിയ വസൂരിയിൽ ഉഗ്രവിരൂപത കോമരമാടിയ അന്ധവും ബധിരവുമായ പെണ്ണുടലിലേക്കുള്ള രൂപാന്തരവുമുണ്ട്. ഇങ്ങനെ അവസ്ഥാന്തരങ്ങളുടെ ഒരു കൊളാഷായി മനുഷ്യജീവിതം എന്ന പോലെ സ്വയം പരിണമിക്കുകയായിരുന്നു ചങ്ങമ്പുഴ കവിത ഈ അവസാനകാല രചനയിൽ. മഞ്ഞത്തെച്ചി പൂങ്കുല പോലെ മഞ്ചിമ, നീലാരണ്യ നിജോളം, ചൊകയൊരു ചെറുകവിത, അട്ടിയിൽ ഇരുളിന്മേൽ കട്ടപിടിച്ചൊരു പാതാളം, നീലനിലാവിലെ വനമേഖല, മലരുളി തിരളും മധുചന്ദ്രിക, മഴവിൽ കൊടി എന്നിങ്ങനെ നിറങ്ങളിൽ നിന്ന് നിറങ്ങളിലേക്കും കാഴ്ചകളിൽ നിന്ന് കാഴ്ചകളിലേക്കും കവിത സംക്രമിക്കുന്നു. പെണ്ണുടലിനെ ഇത്രമാത്രം ഉത്തേജകമായ സൗന്ദര്യ സമൃദ്ധിയാൽ അലങ്കരിച്ചിട്ടില്ല മറ്റൊരു കവിതയിലും ചങ്ങമ്പുഴ. പാപം തീണ്ടിയ അംഗലാവണ്യത്തിന്റെ സമോഹന ദൃശ്യമാണത്. ചന്ദനലതയും മണിനാഗങ്ങളുടെ ഉടൽപ്പിണച്ചിലും അധോമുഖ ശയനം എന്ന പദത്തിന്റെ രതിവ്യംഗ്യവും ചേർന്ന് നിർമ്മിക്കുന്ന മാന്ത്രികത, കാവ്യ സൗന്ദര്യവും സ്ത്രീ സൗന്ദര്യവും തമ്മിൽ ചേർന്നലിയുന്ന ഒരു മായിക മേഖലയായി മാറുന്നു ചങ്ങമ്പുഴയുടെ വിരൽത്തുമ്പുകളിൽ. പ്രണയവും കാമവും മധുരയും എന്തിന്, സ്വന്തം രോഗാവസ്ഥ പോലും കവിക്ക് ഗാഠമായി ജീവിക്കുന്നതിന്റെ ലഹരി പകർന്നു നൽകി. ഭാവനാശാലിയായ കവിയുടെ ഗന്ധർവ ജന്മമാണ് താൻ ആഘോഷിക്കുന്നതെന്ന ബോധം ചങ്ങമ്പുഴയ്ക്കുണ്ടായിരുന്നു. കവിതയ്ക്ക് വേണ്ടി ആഹൂതി ചെയ്യേണ്ട ജന്മമാണ് അത് എന്ന് അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു. ഈ ആഹൂതിയുടെയും ആഘോഷത്തിന്റെയും ഭിന്ന ശ്രുതികളാണ് മനസ്സിനിയെ അനന്യമായ ഒരു കാൽപ്പനിക ഭാവഗീതശില്പമാക്കി മാറ്റിയത്. കവിപത്നിയുടെ കണ്ണീർ മാത്രമല്ല, കവി ശരീരത്തിലും മനസ്സിലും ഏറ്റുവാങ്ങിയ രോഗവും ഈ കവിതയുടെ നിർമ്മാണമൂശയിൽ ഒരുപക്ഷെ തിളച്ചു മറിഞ്ഞിരുന്ന് കാണാം. കവിജീവിതത്തിന്റെ അന്തിമാഹൂതി മുഹൂർത്തത്തിലാണ് താൻ എന്നും ആ ആഹൂതിയാൽ പ്രസന്നയും പുരസ്കൃതയുമാകുന്നത് തന്റെ കവിതാ കാമിനി കൂടിയാണ് എന്നുമുള്ള ഉന്മത്തമായ ഒരു ബോധ്യത്താലാവാം ചങ്ങമ്പുഴ വേദന നിറഞ്ഞു വിങ്ങുന്ന ഒരു ഓടക്കുഴലായി താൻ മാറുകയാണെന്നും വേദനയുടെ കിരാത സംഗീതം തന്നെ ലഹരി പിടിപ്പിക്കുകയാണെന്നും എഴുതിയത്. എനിക്കിവിടത്തെ പൊന്നോടക്കുഴൽ മതിയല്ലോ എന്ന് പറഞ്ഞ ആ ഒരേ ഒരുവൾ എന്ന കവിതയിൽ നമ്മൾ വായിക്കുന്നത് ധനാസക്തിയാൽ കവിയെ വികർഷിച്ച മറ്റ് കാമിനിമാരെ പോലെ ആയിരുന്നില്ല. കവിതയാകുന്ന കാമിനിയെ ചങ്ങമ്പുഴ എത്രമാത്രം പ്രണയിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കവിയെ നിരുപാധികമായി പ്രണയിക്കുകയും കവി ഏറ്റവും ഗാഠമായി പ്രണയിക്കുകയും ചെയ്ത അവൾ കവിത കൂടിയാകുമ്പോഴാണ് മനസ്സിനിയുടെ ഭാവശില്പം കൂടുതൽ ഭദ്രമാവുക. കവിത എഴുതുവാൻ ഞാൻ ആരംഭിച്ചത് 9 വയസ്സുള്ള പ്രായമുള്ള കാലത്തായിരുന്നു. അന്നു മുതൽ ഇന്നുവരെ
8,000-ൽ പരം ദിവസങ്ങളിൽ ഒന്നിലെങ്കിലും എൻ്റെ തൂലിക അലസമായിട്ടിരുന്നില്ല എന്ന് കവി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ നിരന്തര ഉപാസനയുടെ അന്തിമ മുഹൂർത്തത്തെ തൻ്റെ രോഗക്കിടക്കയിൽ കിടന്നുകൊണ്ട് ഭാവഗംഭീരമാക്കുകയായിരുന്നു ചങ്ങമ്പുഴ മനസ്സിനിയിലൂടെ. തൻ്റെ കവിതയുടെ ഈ വിരാമ തിലകത്തിന് ആത്മബലിയുടെ തീവ്രതയും അന്തിമ ഗാനത്തിൻ്റെ ഗാഠതയും പകർന്ന് അതിനെ അനശ്വരമാക്കി തീർക്കാൻ ചങ്ങമ്പുഴയ്ക്ക് കഴിഞ്ഞു. ചങ്ങമ്പുഴയുടെ സൗന്ദര്യലഹരി എന്ന കവിത പ്രപഞ്ചത്തെ മനോഹരമായ ഒരു നൃത്തശാലയായി, ചിത്രശാലയായി അവതരിപ്പിക്കുന്ന കാവ്യമാണ്. ഈ കവിതയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഓരോ ദിവസവും അതിൻ്റെ സൗന്ദര്യം ഈ ലോകത്തെ എങ്ങനെയാണ് പുതുക്കുന്നത് എന്ന് ചങ്ങമ്പുഴ ഈ കവിതയിൽ അടയാളപ്പെടുത്തുന്നുണ്ട്. ഈ സൗന്ദര്യമാണ് ജീവിതത്തെ വെറുക്കാതിരിക്കാൻ നമ്മെ സഹായിക്കുന്നത്. ഇത് ജീവിതത്തെ മധുരിപ്പിക്കുന്നു. പ്രപഞ്ച സൗന്ദര്യം ആസ്വദിക്കുമ്പോഴാണ് ജീവിതം മനോഹരമാകുന്നത്. കവിത തുടങ്ങുന്നത് തന്നെ പച്ചിലച്ചാർത്തിൻ പഴുതുങ്കിലൂടതാ കാൺമൂ പശ്ചിമാമ്പരത്തിലെ പനിനീർ പൂന്തോട്ടങ്ങൾ എന്ന് പറഞ്ഞാണ്. പച്ചിലച്ചാർത്തിന്റെ ഇടയിലൂടെ കാണുന്ന പടിഞ്ഞാറേ ആകാശത്തിലെ പനിനീർ പൂന്തോട്ടങ്ങളുടെ സൗന്ദര്യം കവി നുകരാൻ തുടങ്ങുന്ന ഇടം കാലമേറെയായി ഈ ലോകത്തെ പുതുക്കുന്ന ഓരോ ദിവസത്തിൻ്റെയും മനോഹാരിത വിലമതിക്കാനാവാത്തതാണ്. അല്ലെങ്കിൽ ഈ പ്രപഞ്ച ജീവിതത്തെ നാം വെറുത്തു കഴിഞ്ഞേനെ എന്നാണ് കവി പറയുന്നത്. അത്രമാത്രം സൗന്ദര്യ സങ്കല്പങ്ങളോട് ആരാധനയുള്ള കവിയായിരുന്നു ചങ്ങമ്പുഴ. അദ്ദേഹത്തിൻ്റെ സൗന്ദര്യ ലഹരിയില് പ്രകൃതിയിലെ ഓരോ മനോഹാരിതകളെയും എത്ര സുന്ദരമായിട്ടാണ് കവി ആവിഷ്കരിച്ചിരിക്കുന്നത്. കിഴക്ക് ദിക്കിന് സിന്ദൂരം പൂരം പൂശി പൂവിനെ ചിരിപ്പിച്ചു കൊണ്ടുവന്നെത്തുന്ന പുലരി, നക്ഷത്രങ്ങളാകുന്ന മുല്ലമൊട്ടിനെ ആകാശത്തിൽ വാരി വിതറിക്കൊണ്ടെത്തുന്ന സന്ധ്യ, പൂർണ്ണചന്ദ്രന്റെ നിലാവാകുന്ന നദിയിൽ കുളിച്ചെത്തിയ രാത്രി, എന്തിന് ഈ പ്രകൃതിയിൽ സൗന്ദര്യമുള്ളത് എന്തും ജീവിതത്തെ മധുരിപ്പിക്കുന്നതായിട്ടാണ് കവി പറയുന്നത്. മരങ്ങളെ തഴുകി സൗരഭ്യം പൊഴിച്ചുകൊണ്ട് ഇളങ്കാറ്റെത്തുന്നതും, അന്തരംഗത്തിൽ ഉള്ളിൽ ആകാശത്തെ വഹിച്ച് തിരകൾ കൊണ്ട് താളം പിടിച്ച് പാറക്കെട്ടുകളിൽ പളുങ്കുപണികൾ ചിന്നിക്കൊണ്ട് കാട്ടിലെ പൂഞ്ചോലകൾ ഒഴുകുന്നത് എത്ര മനോഹരമായിട്ടാണ് കവി ആവിഷ്കരിച്ചിരിക്കുന്നത്. അന്തരംഗാന്തരത്തിൽ അമ്പരാന്തത്തെ ഏന്തി തൻ തിരകളാൽ താളം പിടിച്ചു പാടിപ്പാടി പാറക്കെട്ടുകൾ തോറും പളുങ്കുമണി ചിന്നിച്ചിന്നി ആരണ്യ പൂഞ്ചോലകൾ ആമന്തമൊഴുകവേ എന്നാണ് കവി പറയുന്നത്. ആ പൂഞ്ചോലകളുടെ ഒഴുകൽ വായനക്കാരുടെ മനസ്സിലേക്ക് അരുവിയുടെ ഒരു വാങ്മയ ചിത്രം തന്നെയാണ് സൃഷ്ടിക്കുന്നത്. മരന്തം തുളുമ്പുന്ന പൂക്കളുടെ ചുറ്റും തേനീച്ചകൾ പറന്നു കളിക്കുന്നതും, വള്ളികളാകുന്ന നർത്തകിമാർ ഇളം തളിരുകൾ നിറഞ്ഞ ചില്ലകളാകുന്ന കൈകളാട്ടി നൃത്തം ചെയ്യുന്നതും എത്ര സുന്ദരമായ വാങ്മയ ചിത്രങ്ങൾ തന്നെയാണ്. വള്ളികളുടെ ആ നൃത്തവും ചില്ലക്കൈകളായിട്ടുള്ള ആട്ടിയുള്ള നൃത്തവുമൊക്കെ മനുഷ്യരൂപത്തെ തന്നെയാണ്, മാനുഷിക ഭാവത്തെ തന്നെയാണ് വരച്ചിരിക്കുന്നത്. അറിയാതെ അവരുടെ കൂടെ നാമും പരമാനന്ദ പ്രവാഹത്തിൽ മുഴുകുന്നുവെന്നാണ് കവി പറയുന്നത്. പ്രപഞ്ചത്തിലെ ഇത്തരം മനോഹര വസ്തുക്കളെല്ലാം, പുലരിയും സന്ധ്യയും രാത്രിയും അരുവികളും പൂക്കളും വള്ളികളും എല്ലാം വീണ്ടും വീണ്ടും ജീവിക്കാൻ തന്നെ പ്രേരിപ്പിക്കുന്നതായിട്ട് കവി ഈ കവിതയിൽ മനോഹരമായി ആവിഷ്കരിക്കുന്നുണ്ട്. എത്രമാത്രം പ്രകൃതിയെക്കുറിച്ച് പാടിയാലും മതിയാകാത്ത കവിയായിരുന്നു ചങ്ങമ്പുഴ. അദ്ദേഹം വായനക്കാർക്ക് മുന്നിൽ വരച്ചു തീർത്ത വാങ്മയ ചിത്രങ്ങൾ അനവധിയാണ്. കാവ്യനർത്തകിയിലൂടെയും രമണനിലൂടെയും വാഴക്കുലയിലൂടെയും മനസ്സിനിയുടെ മനോഹരമായ ആ വാചിക പ്രപഞ്ചത്തിലൂടെയും എല്ലാം മലയാള കാവ്യലോകത്ത് എന്നും ഒരു നിത്യസ്മരണയായി, നിത്യവസന്തമായി ചങ്ങമ്പുഴ നിലനിൽക്കുക തന്നെ ചെയ്യും. അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിലൂടെ സഞ്ചരിക്കുമ്പോൾ ആ കാവ്യവസന്തം വീണ്ടും
മനസ്സിൽ അലയടിക്കുന്നതായി നമുക്ക് തോന്നുന്നു. ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിക്കാം. നന്ദി, നമസ്കാരം. ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ കവിത സൗന്ദര്യലഹരി. ആലാപനം സിജിൽ കൊടുങ്ങല്ലൂർ. പച്ചിലച്ചാർത്തിൻ പഴുതിങ്കലൂടതാ കാൺമൂ പശ്ചിമാംബരത്തിലെ പനിനീർ പൂന്തോട്ടങ്ങൾ. പച്ചിലച്ചാർത്തിൻ പഴുതിങ്കലൂടതാ കാണൂ പശ്ചിമാംബരത്തിലെ പനിനീർ പൂന്തോട്ടങ്ങൾ. ഇത്തരം സൗന്ദര്യം ഞാൻ നുകരാൻ തുടങ്ങിയിട്ടെത്ര കാലമായെന്നാലിനിയും തീർന്നില്ലല്ലോ. ഓരോരോ ദിവസവും അത്യനർഘമായിടും ചാരുതയൊന്നീ ലോകഗോളത്തെ പുതുക്കുന്നു. അല്ലെങ്കിൽ പ്രാപഞ്ചിക ജീവിതത്തിനെ നമ്മളെല്ലാരുമിതിൻ മുൻപേ വെറുത്തു കഴിഞ്ഞേനേ. പൂർവദിങ്മുഖത്തിങ്കൽ സിന്ദൂരപൂരം പൂശി പൂവിനെ ചിരിപ്പിച്ചു വന്നെത്തും പുലരിയും മുല്ലമൊട്ടുകൾ വാരി വാനിങ്കൽ വിതറിക്കൊണ്ടുല്ലാസഭരിതയായണയും സന്ധ്യാശ്രീയും വാനിലുല്ലസിച്ചിടും വാർമതിയൊഴുക്കുന്ന പൂനിലാവിങ്കൽ കുളിച്ചെത്തിടും രജനിയും എന്തിനീ പ്രകൃതിയിൽ സൗന്ദര്യമയമായുള്ളെന്തും ഹാ ജീവിതത്തെ മധുരിപ്പിച്ചിടുന്നു. കുളിർത്ത മണിത്തന്നൽ സൗരഭോന്മാദം പൂണ്ടു തളിർത്ത തരുക്കളെ തഴുകിത്തളരവേ അന്തരംഗാന്തരത്തിലംബരാന്തത്തെ ഏന്തിത്തൻ തിരകളാൽ താളം പിടിച്ചു പാടിപ്പാടി പാറക്കെട്ടുകൾ തോറും പളുങ്കുമണി ചിന്നിയാരണ്യ പൂഞ്ചോലകളാമന്ദമൊഴുകവേ മരന്തം തുളുമ്പുന്ന മലരിൻ ചുറ്റും കൂടി മുരളും തേനീച്ചകൾ പറന്നു കളിക്കവേ വല്ലികാ നടികൾ നൽ പല്ലവാകുലമായ ചില്ല കൈയുകളാട്ടി നർത്തനം ചെയ്തിടവേ അറിയാതവരോടുകൂടി നമ്മളുമേതോ പരമാനന്ദ പ്രവാഹത്തിങ്കൽ മുഴുകുന്നു. ഈ വിധം മനോഹര വസ്തുക്കളെല്ലാം നമ്മെ ജീവിക്കുകെന്നുത്ബോധിപ്പിപ്പൂ നിത്യം. ഈ വിധം മനോഹര വസ്തുക്കളെല്ലാം നമ്മെ ജീവിക്കുകെന്നുത്ബോധിപ്പിപ്പൂ നിത്യം.